ഹായ്. തമർ കെ വി രചനയും സംവിധാനവും നിർവഹിച്ച് ആസിഫ് അലി നായകനായി അഭിനയിച്ച സർക്കിട്ട് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ ആസിഫ് അലിയെ കൂടാതെ ദിവ്യപ്രഭ, ദീപക് പറമ്പോൾ, അതേപോലെ ഓർഹാൻ ഹൈദർ എന്നിവരും മുഖ്യ കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പ്രവാസി ജീവിതം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആസിഫ് അലി ഗൾഫിലോട്ട് വരുന്നു. അവിടെ പല ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ പലയിടത്തും ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെങ്കിൽ പോലും ജോലിയൊന്നും കിട്ടാത്തൊരവസ്ഥ. പിന്നെ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഇവന് വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ എന്തെങ്കിലും ഒരു വഴിയിൽ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുകയാണ് നമ്മുടെ ആസിഫ് അലിയുടെ ക്യാരക്ടർ പോകുന്നത്. അങ്ങനെ ഇവന്റെ ഒരു ക്യാരക്ടറിലൂടെ തന്നെ വേറൊരു ക്യാരക്ടറൂടെ അവിടെയുണ്ട്. അതായത് നമ്മുടെ ദിവ്യ, ദീപക്, പിന്നെ കൊച്ചുപയ്യൻ. ഇവരുടെ ഒരു ഫാമിലിയുടെ ഇതും കാണിക്കുന്നുണ്ട്. അവരും രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കൊച്ചിനെ ഒരു റൂമിൽ അടച്ചിട്ട് വളർത്തിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് കുറച്ച് ദേഷ്യവും വാശിയും എല്ലാം ഭയങ്കര കൂടുതലാണ്. ആ ഒരു കാര്യം കൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കൊച്ചിനുള്ളത്. അങ്ങനെ ഇവർ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കൊച്ചു ആ റൂമിൽ നിന്നും മറ്റുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താണാവോ ആരോടും ഒരു മിങ്കിളാവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ കൊച്ചു പോകുന്നത്. അതായത് ഭയങ്കര പിടിവാശി. ആ ഒരു ലൈഫും പിന്നെ ഇവരുടെ ഒരു ലൈഫും കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദീപകിന്റെയും ദിവ്യയുടെയും ലൈഫ് കാണിക്കുന്നുണ്ട്. അവർ ജോലിക്ക് പോകുന്നിടത്ത് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിൽ പോകുന്നുണ്ട്. എല്ലാം ഒരു എന്താ പറയാ ഒരു ഫാമിലിയിൽ നടക്കുന്ന ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ആസിഫ് അലി ഈ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് പലയിടത്തും നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഓക്കെ ആവുന്ന സമയത്ത് അയാൾ വരുന്നുണ്ട്, എനിക്ക് ഇത്ര പൈസ തരികയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്, ഇങ്ങനെ പൈസ തരികയാണെങ്കിൽ എനിക്ക് ജോലി റെഡി ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. ആരും അങ്ങനെ പൈസ കൊടുക്കുന്നില്ല. പലരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഇവരെല്ലാവരും കേട്ടോ ഒരു കാര്യം പറയാം, നല്ല അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഇമോഷൻസും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അവൻ പറയുന്ന ചില ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അതുപോലെ തന്നെ അവനൊരു ഫ്രീഡം ഇല്ല. അതായത് ചെറുപ്പം മുതലേ വീട്ടിൽ അടച്ചു വളർത്തിയതിൻ്റെതായിട്ടുള്ള ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ആ കൊച്ചിനുണ്ട്. പിന്നെ ഈ ഇവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നത് ബാങ്കിൽ, ഒരാൾ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ബാങ്കിൽ ഉണ്ടാവുന്ന കുറെ ഇഷ്യൂസും എല്ലാം അവരുടെ ലൈഫിൽ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു സന്തോഷമില്ലാത്തൊരു ജീവിതമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആസിഫ് അലി ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒരു ആളെ സമീപിക്കാൻ പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് പിന്നീട് ഈ കഥയുടെ പോക്ക് വരുന്നത്. അതായത് അവിടെ വെച്ച് ഈ ഒരു കൊച്ചിനെ അബദ്ധവശാൽ കണ്ടുമുട്ടിയതിന് ശേഷം ഇവൻ പോവാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെയും കൈ ഒട്ടി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും കൈ ഒട്ടി പോകുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും പിന്നെ അവനിൽ വരുന്ന കുറെ ഇമോഷൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിൽ നല്ല നല്ല പാട്ടുകളുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്. കേട്ടിരിക്കാൻ നല്ല രസമുള്ള പാട്ടുകളും ഈ സിനിമയിലുണ്ട്. എത്ര പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു വൺ ടൈം മൂവി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് സർക്കിട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല രസമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ പടം 2 മണിക്കൂറുണ്ട്. അത്രയും വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വലിച്ചു നീട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കുറച്ചുകൂടി ഒന്ന് ചുരുക്കിയായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല രസമായിട്ട് ആൾക്കാർ ഒന്നുകൂടി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സർക്കിട്ട് എന്ന് പറയുന്ന ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അഭിനയിച്ചവരെ ആണെങ്കിലും എല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വൺ ടൈം മൂവിയാണ്, ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും നമ്മുടെ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അടയ്ക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.